കൂടി ഭയഭക്തിയോടുകൂടി അള്ളാഹുവിൻ്റെ ഇസ്മാനിതിനെ ചൊല്ലിയാൽ ഉത്തരം കിട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ചൊല്ലിയാൽ അതിന് പ്രതിഫലമുണ്ടെന്ന് മഹാന്മാരെ നമുക്ക് പഠിപ്പിക്കുകയാണ്. ഈ ഇസ്മു ചൊല്ലുന്നതിന് മുമ്പ് 11 സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ചൊല്ലുക. ശേഷവും 11 സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമുക്കറിയാവുന്ന സ്വലാത്ത് ഏതും ചൊല്ലാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ഇത് ജീവിതത്തിൽ പകർത്താനും ചൊല്ലുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും. ഏതാണ് ആ ഇസ്മ? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മുകളിൽപ്പെട്ട ഇസ്മ യാ ലത്തീഫ് യാ അള്ളാഹ് എന്നുള്ളതാണ്. യാ ലത്തീഫ് യാ അള്ളാഹ് എന്ന ഈ ഇസ്മിൻ്റെ മഹത്വം ഒരുപാടാണ്. ശരീരത്തിനും മനസ്സിനും ധൈര്യവും ശക്തിയും ലഭിക്കും ഈ ഇസ്മ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ. അതുപോലെ ശത്രുക്കളുടെ മനസ്സിൽ അവനെ തൊട്ടൊരു ഭയമുണ്ടാകും. നമുക്ക് ശത്രുക്കളുണ്ട്, അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് നമ്മളോടൊരു ഭയമുണ്ടാകും. അതുപോലെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കും, ദാരിദ്ര്യം മാറിക്കിട്ടും. അതുപോലെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും. അതുപോലെ തന്നെ ഭയന്ന പേടിയുള്ള അവസരങ്ങളിൽ സംരക്ഷണം ലഭിക്കും എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ജയിലിൽ അകപ്പെട്ടവനാണെങ്കിൽ അവനിക്ക് എന്താണ് ഈ ഇസ്മു ചൊല്ലിയാൽ അവനിക്ക് മോചനം ലഭിക്കുന്നതാണ്. മനസ്സ് മടുപ്പുള്ള സമയത്ത് നമ്മുടെ മനസ്സുകളൊക്കെ എന്താ ഒരു ടെൻഷനും ഇതൊക്കെ എന്ത് ചെയ്താൽ ഒരു മടുപ്പ് തോന്നുന്ന അവസരങ്ങളിൽ സന്തോഷമുണ്ടാകും. അതുപോലെ തന്നെ തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. ഈ ഇസ്മ ദിവസവും 129 തവണ ഈ ഇസ്മു ചൊല്ലണം. ദിവസവും 129 തവണ ഈ ഇസ്മ ഒരു മനുഷ്യൻ ചൊല്ലുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവനിക്കുണ്ടാകുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഉമ്മത്തിന് വേണ്ടി പഠിപ്പിക്കുകയാണ്. അങ്ങനെ സഹാബത്ത് വഴി താബീങ്ങൾ വഴി ഉലമാക്കളിലൂടെ നമ്മളിലേക്ക് എത്തിയതാണ്. ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ഇസ്മ ചൊല്ലിയാൽ ഒരുപാട്